വിഷമം എന്റെ പെട്ടി പോയി, കുറെ സാധനങ്ങൾ പോയി. പൊട്ടിയ പെട്ടി, സുധിച്ചേട്ടന്റെ പെട്ടി, നല്ല പെട്ടി അവിടെ ഇട്ടിട്ട്, കാരണം രണ്ടും കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി പോയി. സുധിച്ചേട്ടന്റെ പെട്ടി ഓർമ്മക്കായിട്ട് എനിക്കത് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ട് ഞാനത് കൊണ്ടുവന്ന് മറ്റേ പുതിയത് കളഞ്ഞു. കള്ളമാപ്പിളമാരുടെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. അങ്ങനെ രേണുസുതി ദുബായിൽ നിന്ന് കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഇറങ്ങിയപ്പോ തന്നെ പെട്ടി പൊട്ടിപ്പോയി, പെട്ടി അവിടെ വാങ്ങി വെച്ചു എന്നൊക്കെ ഉള്ളൊരു വാർത്ത കേട്ടു. സത്യം പറയും ചിരി വരുന്നുണ്ട്. പെട്ടി അവിടെ മാറ്റി വെച്ചിട്ടാണ്. സുധിച്ചേട്ടന്റെ പെട്ടി മാത്രം എടുത്തു, പുതിയ പെട്ടി അവിടെ ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് വന്ന ഉടനെ ഷബീന ഇവിടെ നെഞ്ചത്തേക്ക് കയറിയിരിക്കാണ്. ഒന്നും അറിയാണ്ട് മിണ്ടാതിരിക്കുന്ന ആളുടെ മേലെ വീണ്ടും വീണ്ടും കുതിര കയറാൻ വേണ്ടിട്ട് പോയി ഉള്ളതെല്ലാം വാങ്ങി മേടിക്കുകയാണ്. കിട്ടിയോ അവളുടെ അമ്മച്ചി? അവർക്ക് എന്തുകൊണ്ടാണ് എന്നാന്ന് ചോദിച്ചാൽ അവക്ക് ദേഷ്യം. അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായി. അവക്ക് കാലും 3-4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവള് വിധവയൊന്നും അല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3-4 മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളവളാണ്. കിട്ടിയോ അവളുടെ അമ്മച്ചി? ഷബീന ബീബിക്കെതിരെ എന്തെങ്കിലും പറയണമല്ലോ, അതിന് വേണ്ടിട്ട് മാത്രം. എല്ലായിടത്തും കളിക്കും പോലെ ചെന്ന് കളിക്കരുത് കേട്ടോ. ആള് വേറെയാണ്, അത് ആദ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. എല്ലാ യൂട്യൂബേഴ്സിന്റെ അടുത്ത് കളിക്കും പോലെ ഷബീന ബീബിയോട് ചെന്ന് കളിച്ചാൽ നന്നായിരിക്കത്തില്ല. കിട്ടുന്നത് വേറെ രീതിയിലായിരിക്കും. നല്ലത് പറഞ്ഞു വെച്ച് തരും, അത് ആദ്യം മനസ്സിലാക്കിയിട്ടാണ്. കളിച്ച രീതി വേറെയാണ്, പ്രതികരിച്ച രീതിയും വേറെയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇന്ന് ചൊറിയാൻ പോയതിനുള്ള മറുപടി തിരിച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞതിന് ഇരട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. ആ നാട്ടുകാർ മുഴുക്ക പറയുന്നു, എന്തിന് ആ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അച്ഛൻ പറയല്ല, CCTV എടുത്താൽ അറിയാം. വണ്ടികൾ വരുന്നു, 4-5 ഇറങ്ങുന്നു, വെള്ളം കളയുന്നു, പോകുന്നു, വീണ്ടും വണ്ടി കയറുന്നു, പോകുന്നു, ദാസം വരുന്നു, പ്രതീക്ഷ വരുന്നു, മറ്റവൻ വരുന്നു, മറിച്ചവൻ വരുന്നു, എല്ലാം ടെലിഫിലിമിനാണെന്ന് നാട്ടുകാരുടെ അടുത്ത് പറച്ചില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഈ സത്യമന ബിഷപ്പിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വേശ്യാലയം പണിത് അവൾക്ക് വേശ്യാവൃത്തി ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തത് ഈ ബിഷപ്പാണ്. പാമ്പിനെടുത്ത് തലയെ വെച്ചതുപോലെയാണ്. വിടണസുനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മിണ്ടാതെ വരിക, പോവുക. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും വീട്ടിനകത്തുള്ള ആൾക്കാർ വിളിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ്. എന്തായാലും ഇതിനു മുന്നേ ഒരു അബോർഷൻ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ തെളിവ് സഹിതം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് ഒരുപാട് തെളിവുകൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും തെളിവുകൾ ഒരുപാട് വരട്ടെ. കാരണം ഇത്രയൊക്കെ മോശമായിട്ടാണ് ഈ രണാസിനെ പറഞ്ഞേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു മനുഷ്യന് മരിച്ച് മൺമറിഞ്ഞു പോയി. അദ്ദേഹത്തിന് ഇപ്പോഴും നിത്യശാന്തി നേർന്നിട്ടുണ്ടോന്ന് ദൈവത്തിന് അറിയാം. അയാൾക്ക് ഒരു ആത്മാവിനും ഒരു ശാന്തിയും കിട്ടിക്കാണത്തില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ. ബാക്കി എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട്, അവരുടെ കാര്യങ്ങളൊന്നും ആരും ഇവിടെ ഒന്നും പറയുന്നില്ല, ഈ ഒരു സോഷ്യൽ മീഡിയയിലൊന്നും പറയുന്നില്ല. പക്ഷേ ഈ രണാസിനെ മാത്രം എന്താ ആൾക്കാർ വിടാത്തത്? രണാസിനയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പണ്ടത്തെ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരു കൊല്ലം സുധിയെ വിറ്റ് ജീവിക്കുന്നു. അത് തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത്. ആ ഒരു മനുഷ്യനെ കൊണ്ട്, ആ ഒരു മനുഷ്യൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു. അദ്ദേഹം മരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നതെന്ന് ആലോചിക്കുക. ഈ ഒരു സ്ഥലത്ത് എത്താനുള്ള ആള് കിച്ചു ആയിരുന്നു. പക്ഷെ ആ ഒരു സ്ഥാനം തൃപ്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കിട്ടേണ്ടത് കണക്കിന് കിട്ടിയിട്ടുണ്ട്. തൃപ്തിയായിട്ടുണ്ടെങ്കിൽ ഇനി മിണ്ടാണ്ടിരിക്കുക, അതായിരിക്കും നല്ലത്. ഇനി അടുത്ത റിപ്ലൈ കൊണ്ടുവന്നാൽ അടുത്ത് വീണ്ടും കുറച്ചും കൂടി കിട്ടും. അപ്പൊ വാങ്ങി കുറച്ചും കൂടി സമാധാനത്തോടെ ഇരിക്കാം. കുറെ PR വർക്കുകൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ PR വർക്കുകളൊക്കെ ഫേസ്ബുക്കിൽ കിടന്ന് ആടി ഉലയുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ് ബോക്സിൽ വന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടെ ഇതവരെ ഒരാണുങ്ങളെ ആരും കണ്ടിട്ടില്ല. എന്റെ ഭർത്താവല്ലാതെ വേറെ ഒരു മനുഷ്യനെ എന്റെ കൂടെ ഇന്നവരാരും കണ്ടിട്ടില്ല. കാണാത്ത ഒരിടത്ത് നീ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ബാംഗ്ലൂരിൽ, അതായത് സുധി ചത്ത ശേഷം നീ ബാംഗ്ലൂരിൽ പോയത് എന്തിനെന്നും ആ ചെറുക്കൻ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ആ ചെറുക്കന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പബ്ലിക് കിട്ടിയ. നീ നേരത്തെ പറഞ്ഞില്ലേ ഹനാന്റെ അടുത്ത ചെറുക്കനെ കൊണ്ടുവരാം. ഹനാൻ കൊണ്ടുവരൂല, ഷെഫീനെ കൊണ്ടുവരും. സുധിയുടെ അബോർഷൻ കേസ് തെളിവ് സഹിതം കൊണ്ടുവരുമെന്നാണ് ഷബീന ബീബി പറഞ്ഞിരിക്കുന്നത്. നാവിനെല്ലാന്ന് വിചാരിച്ച് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും കിട്ടും എന്ന്, അത് മേടിക്കാനും ഞാൻ പ്രാപ്തിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഓരോ മറുപടികളും മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് പറയാൻ. എന്തായാലും സ്വയമേ മേടിച്ചു വെക്കുന്നല്ലേ, അപ്പൊ അത് കുറച്ച് നന്നായിരിക്കും. എന്തായാലും അബോർഷന്റെ കാര്യം തെളിവ് സഹിതം കൊണ്ടുവരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ ആകണം. കുറച്ച് കാശ് കയ്യിൽ വരുമ്പോഴത്തേക്ക് സാധാരണ ആൾക്കാർക്ക് തോന്നുന്ന ഒരു പ്രഹസനമാണ്, ഞാൻ എന്തോ വലിയ ആളാണ്, ഞാൻ ഭയങ്കരപ്പെട്ട ഒരാളാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു അഹങ്കാരം, ആർഭാടം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. അത് സ്വാഭാവികമാണ്. കാരണം പണം വന്ന് കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു തരം ഫ്രസ്ട്രേഷൻ ആണത്. അപ്പൊ എന്തായാലും ആ ഒരു ഫ്രസ്ട്രേഷന് കുറച്ച് മറുപടിയായിട്ട് തന്നെയാണ് ഇനി ഷബീന ബീബി ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് ഇനി കാത്തിരുന്ന് കാണാം.